റെയിൽ സെക്ടറിലെ സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് IRCTC. IRCTC കഴിഞ്ഞ ദിവസം 1.3% ഉയർന്ന് 938 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 74,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 67.8, ഡിവിഡന്റ് ഈൽഡ് 0.6%. 52 വീക്ക് ഹൈ 1050, 52 വീക്കിലോ 587. IRCTC ഫുഡ് ഡെലിവറി സെഗ്മെന്റിൽ സ്വിഗ്ഗിയുമായി പ്രവർത്തിക്കുന്നതിന് ധാരണയിലെത്തി എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. റെയിൽ യാത്രക്കാർക്ക് IRCTCയുടെ ഈ കാറ്ററിംഗ് പോർട്ടൽ വഴി തെരഞ്ഞെടുത്ത റെയിൽവേ സ്റ്റേഷനുകളിൽ സ്വിഗ്ഗിയിൽ നിന്നും ഭക്ഷണം ഓർഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ബാംഗ്ലൂർ, ഭുവനേശ്വർ, വിജയവാഡ, വിശാഖപട്ടണം തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകളിലായിരിക്കും സ്വിഗ്ഗിയിൽ നിന്നും യാത്രക്കാർക്ക് നേരിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള അനുവാദം ലഭിക്കുക. ഇതിന്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ IRCTC എന്ന സ്റ്റോക്കിനെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ആൾറെഡി ഫുഡ് ഡെലിവറി സെഗ്മെന്റിലെ മറ്റൊരു കമ്പനിയായ സൊമാറ്റോയുമായി ഇതിന് സമാനമായ പാർട്ണർഷിപ്പിൽ 2023 ഒക്ടോബർ നവംബർ മാസത്തിലും IRCTC എത്തിയിരുന്നു. അന്ന് ന്യൂഡൽഹി, പ്രയാഗരാജ്, കാൺപൂർ, ലക്നൌ, വാരണാസി തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകളിലാണ് യാത്രക്കാർക്ക് സൊമാറ്റോയിൽ നിന്നും IRCTCയുടെ ഈ കാറ്ററിംഗ് ആപ്പ് വഴി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത്. ഓവറാൾ സ്വിഗ്ഗി എന്ന കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുന്നതിന് മുൻപ് കമ്പനിയും ബിസിനസ് എക്സ്പാൻഷനു വേണ്ടി ശ്രമിക്കുകയാണ്. 8,300 കോടി രൂപയുടെ IPO കൊണ്ടുവരാനാണ് സ്വിഗ്ഗി ശ്രമിക്കുന്നത്. ഈ രണ്ട് കമ്പനികളുടെയും ബിസിനസ് എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് ന്യൂസാണ്. ടെക്നിക്കലി IRCTC എന്ന സ്റ്റോക്ക് അട്രാക്റ്റീവ് ലെവലിൽ ട്രേഡ് ചെയ്യുന്നു. 900 എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് എത്തുമ്പോഴൊക്കെ സ്റ്റോക്കിൽ ബൈയിങ് ആരംഭിക്കുന്നുണ്ട്. 900 സ്റ്റോക്കിന്റെ സ്ട്രോങ് സപ്പോർട്ടും 1180 റെസിസ്റ്റൻസുമാണ്. ഇവിടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ സ്റ്റോക്കിൽ വരികയും ചെയ്തു. ചിലപ്പോൾ ഈ കാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ കപ്പ് ആൻഡ് ഹാൻഡിൽ രീതിയിലുള്ള പാറ്റേണിലേക്ക് മാറാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് IRCTC എന്ന സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് RVNL. RVNL കഴിഞ്ഞ ദിവസം 0.12% ഉയർന്ന് 260 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 55,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 39.44, ഡിവിഡന്റ് ഈൽഡ് 0.82%. 52 വീക്ക് ഹൈ 345, 52 വീക്കിലോ 56. RVNL എന്ന കമ്പനിയുടെ ജോയിന്റ് വെഞ്ചർ കമ്പനിക്ക് മധ്യപ്രദേശ് പവർ ട്രാൻസ്മിഷൻ കമ്പനി ലിമിറ്റഡിൽ നിന്നും 174 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. RVNL എന്ന കമ്പനിക്ക് പ്രോജക്റ്റ് ലഭിക്കുമ്പോഴോ അല്ലെങ്കിൽ പുതിയ വർക്കുകളുടെ ഓർഡർ ലഭിക്കുമ്പോഴോ അതിന്റെ ഇമ്പാക്റ്റ് പലപ്പോഴും സ്റ്റോക്കിൽ പ്രകടമാകാറുണ്ട്. RVNLന്റെയും സാലാസാർ ടെക്നോ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെയും ജോയിന്റ് വെഞ്ചർ കമ്പനിയായ RVNL സാലാസാർ ജോയിന്റ് വെഞ്ചർ എന്ന കമ്പനിക്കാണ് മധ്യപ്രദേശ് പവർ ട്രാൻസ്മിഷൻ കമ്പനി ലിമിറ്റഡിൽ നിന്നും 132 kVയുടെയും 220 kVയുടെയും ട്രാൻസ്മിഷൻ ലൈനുകൾക്ക് ആവശ്യമായ ഫീഡർ ബേസ് നിർമ്മിക്കുന്നതിനുള്ള വർക്ക് ഓർഡർ ലഭിച്ചിരിക്കുന്നത്. 174 കോടി രൂപയുടെ ഓർഡറാണ്. ഇതിന്റെ ഇമ്പാക്റ്റ് ഇന്നത്തെ ദിവസം RVNL എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ജോയിന്റ് വെഞ്ചർ കമ്പനിയിൽ RVNLന് 51% സ്റ്റേക്ക് ഹോൾഡിംഗും സാലാസാർ ടെക്നോ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് 49% സ്റ്റേക്ക് ഹോൾഡിംഗുമാണുള്ളത്. സാലാസാർ ടെക്നോ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്ന കമ്പനി റെയിൽ, ടെലികോം, എനർജി തുടങ്ങിയ സെക്ടറുകൾക്ക് ആവശ്യമായ സ്റ്റീൽ ഇൻഫ്രാസ്ട്രക്ചറുകളും സ്ട്രക്ചറൽ മെറ്റീരിയൽസും മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ്. RVNL എന്ന കമ്പനി പ്രധാനമായും റെയിൽ സെക്ടറിലെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളെയാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ RVNL എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. സ്റ്റോക്ക് PSU സെഗ്മെന്റിലും അതുപോലെ തന്നെ മിഡ് ക്യാപ് സെക്ടറിലും വന്ന പ്രോഫിറ്റ് ബുക്കിംഗിന്റെ പശ്ചാത്തലത്തിൽ 350 രൂപയിൽ നിന്നും ഇടിഞ്ഞ് 250 രൂപ വരെ എത്തി. 250 എന്ന റേഞ്ചിൽ സ്റ്റോക്കിന് കഴിഞ്ഞ 2 ആഴ്ചയായി സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്നും സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് ചിലപ്പോൾ നീങ്ങിയേക്കാം. അങ്ങനെ നീങ്ങുകയാണെങ്കിൽ 275, 300, 380 തുടങ്ങിയ ലെവലുകളാണ് പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. സ്റ്റോക്കിന് 250 എന്ന ലെവലിൽ സപ്പോർട്ടുണ്ട്. ഈ സപ്പോർട്ട് നഷ്ടപ്പെട്ടാൽ തൊട്ടടുത്ത സപ്പോർട്ട് 225. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.